ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. സ്ഥാനാർത്ഥിയോടൊപ്പം എന്ന പരിപാടിയിൽ 75ാം ഡിവിഷൻ UDF സ്ഥാനാർത്ഥി KG പീറ്ററാണുള്ളത്. വാർത്തയിലേക്ക്. ഇന്ന് സ്ഥാനാർത്ഥിയോടൊപ്പം എന്ന പരിപാടിയിൽ നമ്മോടൊപ്പമുള്ളത് നഗരസഭ 75ാം ഡിവിഷൻ അമരാവതിയിലെ UDF സ്ഥാനാർത്ഥി KG പീറ്റർ എന്ന പ്രകാശനാണ്. നമസ്കാരം. നമസ്കാരം. നമ്മുടെ ചാനലിൽ സ്ഥാനാർത്ഥിയോടൊപ്പം എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ആ പരിപാടിയുടെ ഭാഗമായി നഗരസഭ 75ാം ഡിവിഷൻ അമരാവതിയുടെ UDF സ്ഥാനാർത്ഥി KG പീറ്റർ എന്ന പ്രകാശനെ കാണാൻ വേണ്ടി വന്നതാണ്. അതെ. അപ്പൊ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണമൊക്കെ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരാഴ്ച പിന്നിട്ടു. ഭവന സന്ദർശനമാണല്ലോ കൂടുതലും നമ്മളിപ്പോ പ്രാധാന്യം നൽകുന്നത്. ഭവന സന്ദർശനത്തിന് ഇറങ്ങിയപ്പോൾ സ്ഥാനാർത്ഥി എന്ന നിലയിൽ വോട്ടർമാരിൽ നിന്ന് ലഭിച്ച അഭിപ്രായം എന്താണ്? വോട്ടർമാരിൽ നിന്ന് നല്ലൊരു പ്രതികരണമാണുള്ളത്. എന്തുകൊണ്ടെന്നാൽ 40 വർഷമായിട്ട് ഇവിടെ CPM-ഉം BJP-യും കൂടി കൈകാര്യം ചെയ്യുന്ന ഡിവിഷനാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല. വെറുതെ ജനങ്ങളെ പറ്റിക്കുന്ന ഒരു ഡിവിഷനായിട്ട് മാറിയിരിക്കുന്നത്. ആകെ പറയുന്നുണ്ടെങ്കിൽ ആ പള്ളത്തിരാമൻ ഒരു മോടി പിടിപ്പിച്ച് കാണിക്കും. AK കാർത്തിന് ഉണ്ടായപ്പോൾ കൊണ്ടുവന്ന് ചെയ്ത ഓഡിറ്റോറിയമാണ്. ആ ഓഡിറ്റോറിയം മറ്റുള്ള കൗൺസിലർമാർ വരുമ്പോഴും അത് പൊളിക്കും ചെയ്യും. ഇപ്പോഴും പ്രിയ പ്രശാന്ത് വന്നപ്പോഴും വളരെ ദയനീയമായ ഒരു കാഴ്ചയാണ്. ഈ കൊല്ലമാണ് ഏറ്റവും കൂടുതൽ ഫണ്ട് ഈ കിട്ടിയേക്കുന്നത്. 9.5 കോടി രൂപ വർക്കാണ്. CSML-ന്റെ ഫണ്ടും കോർപ്പറേഷൻ്റെ ഫണ്ടും എല്ലാം കൂടി 9.5 കോടി രൂപ വർക്കാണ്. ഒന്നും അതിനകത്ത് ചെയ്തിട്ടില്ല. 9.5 കോടി എന്ത് ചെയ്തതെന്നുള്ളത് ആർക്കും അറിയാൻ പറ്റും. അഴിമതിയാണ് ഇത് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മാറ്റം ഉണ്ടാകാൻ വേണ്ടി ജനങ്ങൾ തയ്യാറാണ് കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരാൻ. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഡിവിഷന്റെ പോരായ്മകൾ, അതായത് അടിസ്ഥാനപരമായ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിട്ടുള്ള പോരായ്മകൾ വല്ലതും വോട്ടർമാർ ചൂണ്ടിക്കാണിക്കുന്നത്? അടിസ്ഥാനപരമായിട്ട് പോരായ്മകൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ പല ഉള്ളിലോട്ടുള്ള വഴികളിലും കൂടി പോകുമ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ കാണകളും. നമ്മൾ നേരെ നമ്മുടെ അമരാവതിപ്പള്ളിയിലെ കിഴക്കുവശത്തോട്ടുള്ള കയറിക്കഴിഞ്ഞാൽ കാണാം ചെറിയ ഇടവഴികളും പൊട്ടിപ്പൊളിഞ്ഞ കാണകളും പ്ലാവുകളൊക്കെ ഇട്ടിട്ട് ശരിക്കും നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ഒന്നും ചെയ്യുന്നില്ലെന്നുള്ളതാണ്. വെറുതെ ഈ കാണുന്ന ഈ പള്ളത്തരാമൻ്റെ പേരും ആ 1-2 സ്ഥലങ്ങളിൽ മാത്രമേ എന്തെങ്കിലും ചെയ്തിട്ട് വേറെ ഒന്നും ചെയ്യുള്ളൂ. അതായത് ജനങ്ങള് പ്രത്യക്ഷത്തിൽ കാണുന്ന ചില പ്രവർത്തനങ്ങളല്ലാതെ ഉള്ളിലേക്ക് യാതൊരു പ്രവർത്തനവും നടന്നിട്ടില്ല. ഒരു പ്രവർത്തനങ്ങളും നടക്കുന്നില്ല. ഫോഗിങ് നടക്കണില്ല. എന്ത് കൊതുകാണ്. കൊതുകിനെ കൊണ്ട് ശല്യമാണ്. ഉപ്പുവെള്ളം അടിക്കുന്നില്ല. ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല. ഇതെല്ലാം ഈ കൗൺസിലർമാർ എഴുതി മേടിക്കുന്നതാണ്. ചില ചെയ്യാന്ന് പറഞ്ഞാൽ പോലും ചെയ്യിക്കാത്ത ഒരു ഘട്ടത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരണമെങ്കിൽ ഇവിടെ കോൺഗ്രസ് വരണം. ഇവരുടെ വിചാരം BJP-യും CPM-ഉം മാത്രമേ ഇവിടെ ഉള്ളൂ എന്നുള്ളതാണ്. അതിന് മാറ്റം വരാൻ വേണ്ടി കോൺഗ്രസിൻ്റെ വരേണ്ടത് ആവശ്യമാണ്. ജനങ്ങൾ നല്ലൊരു പ്രതികരണമാണ് ഞങ്ങൾക്ക് വരുന്നത്. മാറട്ടെ എന്ന് പറഞ്ഞു. അവരിങ്ങടെ പറഞ്ഞാണ് നിങ്ങൾ ഇറങ്ങ്, നിങ്ങൾക്ക് ഞങ്ങൾ വോട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. പ്രവർത്തകരോടൊപ്പം ഭവന സന്ദർശനത്തിന്റെ തിരക്കിലായിരുന്നു സ്ഥാനാർത്ഥി KG പീറ്റർ. ഡിവിഷന്റെ വികസനം തന്റെ ലക്ഷ്യമാണെന്നും വോട്ടർമാർ വളരെ സ്നേഹത്തോടെയാണ് തന്നെ സ്വീകരിക്കുന്നതെന്നും സ്ഥാനാർത്ഥി വ്യക്തമാക്കി. ഇക്കുറി ഡിവിഷൻ UDF-ന് ലഭിക്കുമെന്നും 40 വർഷത്തിനു ശേഷം UDF-ന് ലഭിക്കുന്ന സീറ്റുകളിലൊന്നായി അമരാവതി മാറുമെന്ന ആത്മവിശ്വാസമാണ് സ്ഥാനാർത്ഥി പ്രകടിപ്പിച്ചത്. ഡിവിഷന്റെ സമഗ്ര വികസനമാണ് തന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. KG പീറ്ററിന്റെ വാക്കുകളിലേക്ക്. 40 വർഷമായി BJP-യും CPM-ഉം അല്ലെങ്കിൽ LDF-ഉം മാറി ഭരിക്കുന്ന ഈ ഡിവിഷനിൽ കോൺഗ്രസിന് ഒരു മേൽക്കൈ വരാത്തതിന്റെ എന്താണ് കാരണം? മേൽക്കൈ വരാത്ത ചില സമയങ്ങളിൽ ഈ സ്ഥാനാർത്ഥികളെ നിർത്തുന്ന കഴിഞ്ഞ അവിടെ തന്നെ സ്ഥാനാർത്ഥി നമ്മളെ വനിതാ വനിതാ സ്ഥാനാർത്ഥിയായിരുന്നല്ലോ. അപ്പോൾ അതിൽ ചില അപാകതകൾ സംഭവിച്ചു. എന്താ വെച്ചാൽ ഞങ്ങളുടെ പാർട്ടിയായിട്ട് പോലും ബന്ധമില്ലാത്തൊരു സ്ഥാനാർത്ഥിനെ നിർത്തിയത്. അപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ വളരെ ദയനീയമായിട്ട് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പോവുകയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വീഴ്ചകളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തവണ അതിൽ നിന്ന് വ്യത്യസ്തമായ നല്ലൊരു ഇപ്പോൾ എന്നെ തന്നെ ഞാൻ 40 വർഷമായിട്ട് ഇവിടെ തൊഴിലാളി യൂണിയൻ ആൾക്കാരായിട്ടും കോൺഗ്രസിൻ്റെ ഭാരവാഹിയായിട്ടൊക്കെ നടക്കണേ. അപ്പോൾ സീറ്റ് തന്നേക്കണത് അതിനുവേണ്ടി തന്നെ പിടിക്കാൻ വേണ്ടി തന്നെയാണ് പാർട്ടി തന്നേക്കുന്നത്. ഈ ഡിവിഷൻകാരനാണ്. ഈ ജയിച്ചു വന്നാൽ ഇനി ജനങ്ങൾ ഈ ഡിവിഷന്റെ പ്രതിനിധിയായി പീറ്റർ എന്ന പ്രകാശന് തെരഞ്ഞെടുത്താൽ ഈ ഡിവിഷന് വേണ്ടി ചെയ്യുവാൻ വല്ലതും മനസ്സിൽ കരുതി വെച്ചിട്ടുള്ളൂ? ഈ ഡിവിഷനിൽ ചെയ്യുവാനുള്ള ഒരു ഇതുണ്ടെന്ന് വെച്ചാൽ, ഞാൻ വിജയപ്രകാശ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിന്നപ്പോൾ ഇവിടെ ഒരു സംവാദം ഉണ്ടാകും. ബെന്നി ഫെർണാണ്ടസും വിജയപ്രകാശും ബിജുവും കൂടിയാണ് ഇന്ന്. അന്ന്
ഇവിടെ ഒരു സംഭവം ഉണ്ടായപ്പോൾ ഞാൻ അന്ന് ആവശ്യപ്പെട്ടു നമ്മുടെ വെളി ജംഗ്ഷനിൽ നിന്ന് അങ്ങാട് ആ പെട്ടിക്കടകളെല്ലാം പൊളിച്ച് മാറ്റി ഉള്ളിലേക്ക് വെച്ചു കൊടുക്കാൻ വേണ്ടി. അത് എല്ലാം ഇപ്പൊ അങ്ങനെ തന്നെ കിടക്കുന്നത്. അപ്പോൾ കോൺഗ്രസ് ജയിച്ചു വരികയാണെങ്കിൽ തടസ്സങ്ങളെല്ലാം മാറ്റി ഉള്ളിലേക്ക് അത് വെച്ച് കൊടുക്കാനുള്ള, അതായത് അവർ ഒഴിപ്പിക്കാതെ തന്നെ അവരെ നിലനിർത്തിക്കൊണ്ട് റോഡ് വികസനം റോഡും ഒരു വീതി കൂട്ടി കൊണ്ടുവരാന്നുള്ളതാണ് സംവിധാനമാണ്. മറ്റെന്തെങ്കിലും കാര്യങ്ങൾ മറ്റെന്തെങ്കിലും അതായത് ഇപ്പൊ മറ്റുള്ള പറഞ്ഞാല് എല്ലാം എവിടെ പോയാലും കാണകളൊന്നും എല്ലാ സ്ലാബെല്ലാം പൊട്ടിക്കിടങ്ങാണ്. ഇപ്പൊ നമ്മളെ ഈ അമരാവതിപ്പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ ആ റോഡിന്റെ അവസ്ഥ വളരെ മോശമാണ്. അപ്പൊ അതെല്ലാം ക്ലിയർ ആക്കണം. പിന്നെ സ്ലാബുകളൊക്കെ മിക്കയിടത്തും സ്ലാബുകളൊന്നും ചെയ്തിട്ടില്ല, അതിനൊക്കെ ഒരു മാറ്റം വരുത്തണം. നല്ല രീതിയിലുള്ള ഒരു അതിന് തന്നെ ചില കുടിലുകളൊക്കെ ഇപ്പൊ നമ്മള് പറയും ഇത് എന്താ നമ്മളെ മുഖ്യമന്ത്രി പറഞ്ഞത് ദരിദ്രരില്ലാത്ത കേരളം എന്ന് പറഞ്ഞു. ദരിദ്രര് മാത്രമേ ഉള്ളു നമ്മളെ ഉള്ളിലേക്ക് കയറി ചെന്ന് കഴിയുമ്പോഴാണ് ഓരോ കുടിലിന്റെ അവസ്ഥ കാണുന്നത്. ആ കാഴ്ചയാണ് വളരെ ദയനീയമാണ്. നമുക്ക് തന്നെ സങ്കടം തോന്നും. അപ്പൊ എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് അധികാരത്തിൽ കയറിയാൽ ഈ ഡിവിഷനിൽ കിട്ടിയാൽ ആ പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും ചെയ്തു. ഈ ഇപ്പൊ വനിതകളാണല്ലോ ഇപ്പൊ ഈ പ്രദേശങ്ങളിൽ കൂടുതലും മത്സരിക്കുന്നത്. ജനറൽ വാർഡിൽ പോലും വനിതകൾ മത്സരിക്കുന്ന സാഹചര്യം ഉണ്ട്. അപ്പൊ വനിതാ സ്ഥാനാർത്ഥികൾ കൂടുതലായിട്ട് പറയുന്നത് സ്ത്രീ ശാക്തീകരണമാണ്. അവര് അതാണ് പറയണത്. അങ്ങനെ സ്ത്രീ ശാക്തീകരണം വല്ലതും മനസ്സിലുണ്ടോ? സ്ത്രീ ശാക്തീകരണം ഒന്നും ഞങ്ങൾ മനസ്സിലില്ല. എല്ലാ ആവശ്യമില്ലല്ലോ. ജനറൽ സീറ്റാണ് 50%. അല്ല, ഞാൻ പറഞ്ഞത് വനിതകൾക്ക് വേണ്ടി വല്ല പദ്ധതികളും മനസ്സിലുണ്ടോ? വനിതകൾക്ക് ഉണ്ടാകണമല്ലോ. വനിതകൾക്ക് ഉള്ള എന്തെങ്കിലും കുടുംബശ്രീ മറ്റുള്ള എല്ലാം ഉണ്ടല്ലോ. നമ്മൾക്ക് ജനശ്രീ ഉണ്ട്, കുടുംബശ്രീ ഉണ്ട്. അവർക്കൊക്കെ നല്ല രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാനുള്ള ഒരു സംവിധാനങ്ങൾ മനസ്സിലുണ്ട്. ഇപ്പൊ കഴിഞ്ഞ 40 വർഷക്കാലമായി LDFും BJPയും ഭരിച്ചുകൊണ്ടിരിക്കുന്ന അമരാവതി എന്ന ഡിവിഷൻ ഇത്തവണ UDFിലേക്ക് വരുത്തുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് പീറ്റർ എന്ന പ്രകാശനെ കോൺഗ്രസ് ഇവിടെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന് അത് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.